പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ദൈവകരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓൺലൈനായിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ നമ്മോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ലോകത്തിലെ നാനാഭാഗങ്ങളിലിരുന്ന് ഒരു കൂട്ടായ്മയിൽ പങ്കുചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കരുണയുടെ മണിക്കൂർ, ആ കരുണ നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ വർഷിക്കപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈ കരുണയിലേക്ക്, കരുണയുടെ അനുഭവത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന ദൈവമാണ് ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. ജീവിക്കുന്ന ദൈവം, പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ ഈ ദിവ്യകാരുണ്യത്തിൽ കണ്ടുകൊണ്ട് അല്പസമയം നമുക്ക് സ്വതന്ത്രമായിട്ട് ദൈവത്തെ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മാലാഖമാരുടെ ഭാഷയിൽ ഞങ്ങൾ അങ്ങയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയോട് കർത്താവെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മാലാഖ വൃന്ദം ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങൾ ആ ബോധ്യത്തോടെ ആ ദിവ്യ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അങ്ങയുടെ നാമം ഞങ്ങൾ ഉയർത്തുന്നു. യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമം ഞങ്ങൾ ഉയർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ മണിക്കൂർ അനുഗ്രഹത്തിൻ്റെ മണിക്കൂറാണ്, ദൈവകരുണയുടെ മണിക്കൂറാണ്. നമുക്ക് ആ ബോധ്യത്തോടെ ഈ കരുണ അതിൻ്റെ ഉറവിടമായ ദൈവത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകി വരുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സ്വസ്ഥാനങ്ങളിരിക്കാം. ദൈവത്തിൻ്റെ കരുണയെ വചന വെളിച്ചത്തിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ലോകം മുഴുവൻ്റെ മേലും ഈ കരുണ വർഷിക്കപ്പെടുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഭവനങ്ങളിൽ അല്ലെ സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് വെള്ളം ആവശ്യമാണ്. ആ വെള്ളം നമ്മൾ ടാങ്കിൽ അടിച്ചിട്ടിട്ട് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പതിവുണ്ട്. നമുക്കറിയാം, ടാങ്ക് നമ്മൾ വെക്കുന്നത് കെട്ടിടത്തിൻ്റെ മുകളിലാണ്. കാരണം അവിടുന്ന് വെള്ളം താഴേക്കാണ് ഒഴുകുക. ജലമൊഴുകുന്നത് നമുക്കറിയാം, അത് താഴേക്കാണ് ഒഴുകുക. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംവിധാനം നമ്മൾ ഏർപ്പെടുത്തി നമ്മൾ ആ വെള്ളം ഉപയോഗിക്കുന്നത്. ഏതാണ്ട് ഇതുപോലെ ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കാൻ ഒരു കാര്യം വചനം വ്യക്തമാക്കുന്നുണ്ട്, അതാണ് ദാസമനോഭാവം. നമുക്കറിയാലോ, പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് പലരും വർണ്ണിച്ചതും മറിയം തന്നെ ഏറ്റുപറഞ്ഞതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടുത്തെ എളിയ ദാസിയെ അവിടുന്ന് കടാക്ഷിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ വരാൻ നമുക്ക് വളരെ ആവശ്യമായ ഒന്നാണ് ദാസമനോഭാവം, എളിയവരുടെ ആ ഒരു മനോഭാവം. അത് പ്രാപിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം അതനുസരിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രഭാഷകൻ്റെ പുസ്തകം 3:18 നമുക്ക് നൽകുന്നത് ഈ വലിയ സന്ദേശമാണ്. പ്രഭാഷകൻ 3:18 അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. ദ ഗ്രേറ്റർ യു ആർ, ദ ഹംബ്ലർ യു മസ്റ്റ് ബി. അതാണ് ദൈവം നമുക്ക് നൽകുന്ന ഒരു നിർദ്ദേശം. ഇനി അത് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. ദൈവത്തിൻ്റെ കൃപ. അഹങ്കാരികളാണേലും നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റിയേക്കാം. അഹങ്കാരികളാണേലും ആൾക്കാരുടെ പ്രശംസ നമുക്ക് കൈപ്പറ്റാൻ പറ്റും. പക്ഷേ അഹങ്കാരികൾക്ക് ദൈവകൃപ പ്രാപിക്കാൻ പറ്റത്തില്ല. ആ കൃപ കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്, നീ എത്ര ഉന്നതനാണോ
അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിൻ്റെ കൃപ നിന്നിലേക്ക് ഒഴുകി വരും. നീ എത്ര ഉന്നതനായ വ്യക്തിയാണെങ്കിലും, വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണെങ്കിലും, സാമ്പത്തിക ശേഷിയുള്ള വ്യക്തിയാണെങ്കിലും, ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിലും, കരുണ വേണോ? ഈ എളിയ മനോഭാവം അത് നമുക്ക് വളരെ ആവശ്യമാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലൂക്ക 1:54 വചനത്തിലാണ് പരിശുദ്ധ മറിയത്തിൻ്റെ ഒരു സ്തോത്രഗീതം നമുക്ക് കാണാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ദാസർക്ക് കരുണ. ദൈവത്തിൻ്റെ എളിയ ദാസരായിട്ട് നമ്മൾ മാറുകയും ആ ദാസ മനോഭാവത്തോടെ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈ കരുണ നമുക്ക് ലഭിക്കാൻ പറ്റും. ലൂക്ക 6:40 വചനത്തിൽ ദൈവം നമ്മോട് പറയുന്ന ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല, യജമാനനാണ് ദാസനേക്കാൾ വലിയവൻ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നമ്മൾ ആ ദൈവത്തിൻ്റെ എളിയ ദാസര് മാത്രം എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ മുന്നോട്ട് പോകാൻ കടപ്പെട്ടിരിക്കുന്നവരാണ്. ലൂക്ക 17:10 ഈ ദാസർക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരിൽ വെളിപ്പെടുന്ന ഒരു മനോഭാവം നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ ഉൾക്കൊള്ളണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ മക്കളായിട്ട് ദൈവകൃപയ്ക്കും ദൈവകരുണയ്ക്കും യോഗ്യരായിട്ട് നമ്മൾ മാറുക. അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങളെല്ലാം ചെയ്തിട്ട് ആജ്ഞാപിക്കപ്പെട്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും നിങ്ങൾ പറയുക, ഞാൻ അയോഗ്യദാസൻ, ഞാൻ എൻ്റെ കടമ നിറവേറ്റിയതേ ഉള്ളൂ. നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഡിമാൻഡിങ് ആണ്. ഞാൻ ചെയ്തതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം എനിക്ക് കിട്ടണം. അതാണ് സാധാരണക്കാരുടെ ഒരു മനോഭാവം. ഇനി കച്ചവട മനോഭാവമുള്ളവരാണെങ്കിൽ അവർ ചെയ്യുന്ന സകല കാര്യത്തിനും തക്കതായ പ്രതിഫലം അവർ ഡിമാൻഡ് ചെയ്യും, പിടിച്ചു മേടിക്കും. നമുക്ക് കാണിച്ചായിരിക്കും ചില മാതാപിതാക്കൾ പോലും പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനാണ് നിനക്ക് ജന്മം നൽകി നിന്നെ ഇതുവരെ വളർത്തി വലുതാക്കിയത്, അതുകൊണ്ട് നിൻ്റെ കടമയാണ് എന്നെ നോക്കുക എന്നുള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്തതിന് പ്രതിഫലം കിട്ടണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ പോകുന്ന വ്യക്തികളെ കാണാൻ പറ്റും. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യം, ആത്മീയ പക്വത പ്രാപിച്ചവർക്കെടുക്കാവുന്ന ഒരു സ്റ്റാൻഡ്, അതാണ് ലൂക്ക 17:10 നമ്മൾ കാണുക. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് കർത്താവ് കൽപ്പിക്കുന്ന കാര്യങ്ങൾ, വചനം പറയുന്ന കാര്യങ്ങൾ, കൽപ്പനകൾ നൽകുന്ന നിർദ്ദേശങ്ങൾ, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും അതിലൊന്നും നമ്മൾ അഹങ്കരിക്കാൻ പോയേക്കരുത്, മേന്മ ഭാവിക്കരുത്. മറിച്ച് നമ്മൾ എടുക്കേണ്ട ഒരു മനോഭാവം ദാസമനോഭാവം. ഞാൻ ദൈവത്തിൻ്റെ അയോഗ്യദാസൻ, ദൈവത്തിൻ്റെ അയോഗ്യദാസി. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, എൻ്റെ കടമകൾ ഞാൻ നിറവേറ്റി എന്ന് മാത്രം. അങ്ങനെ ഒരു മനോഭാവത്തിൽ മുമ്പോട്ട് പോകുന്നവരെ ദൈവം ഒരുപാട് ഇഷ്ടപ്പെടും. അവരുടെ മേൽ ദൈവം വൻകൃപ വർഷിക്കും എന്നുള്ളത് ഈ ഒരു വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 2 തീമോത്തി 2 വചനം കൂടി എടുത്താൽ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഒരു സൈന്യത്തിൽ ചേർന്ന വ്യക്തി സാധാരണ ചെയ്യാറുള്ള ഒരു കാര്യം, അവർക്ക് ഒരു മേലധികാരി ഉണ്ടാകാം, നേതാവുണ്ടാകാം, ഒരു ലീഡർ ഉണ്ടാകാം. ഇനി അവർ കൽപ്പിക്കുന്നത് അനുസരിക്കുക. ദാസർക്ക് അനുസരിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. അഹങ്കാരികൾക്കാണ് അഹങ്കരിക്കാനുള്ള ബുദ്ധിമുട്ട്. അവർ പിന്നെ ആ അഹങ്കാരത്തിൽ മൂത്ത് ദൈവനിഷേധികളാകാനും സാധ്യതയുണ്ട്. പക്ഷേ ദാസമനോഭാവമുള്ളവരെപ്പോഴും ദൈവത്തെ അനുസരിക്കും, അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് മുമ്പോട്ട് പോകും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദാസൻ എപ്പോഴും യജമാനൻ്റെ ഹിതം നിറവേറ്റും. യജമാനൻ്റെ ഹിതം എന്താണ് അത് അന്വേഷിക്കും, അത് കണ്ടെത്തും, അത് നിറവേറ്റും. അങ്ങനെ ജീവിതത്തിൽ മുമ്പോട്ട് പോകും എന്നുള്ളത് കർത്താവിൻ്റെ വചനം പോലെ നമ്മെ ഓർമ്മിപ്പിക്കുക. മത്തായിയുടെ സുവിശേഷം 20 20 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് സെബദി പുത്രന്മാരുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 20 മുതൽ. ഇനി ഇവിടെ നമ്മൾ കാണുന്നത് സെബദി പുത്രന്മാരുടെ അമ്മ വന്നിട്ട് ഒരു ആവശ്യം ഉന്നയിക്കുന്നത് കാണാൻ പറ്റും. നീ മഹത്വത്തിലായിരിക്കുമ്പോൾ എൻ്റെ ഈ 2 മക്കൾ, ഒരാൾ നിൻ്റെ വലതുവശത്തും ഒരാൾ നിൻ്റെ ഇടതുവശത്തും ഇരിക്കാനുള്ള അവൻ അനുഗ്രഹം നൽകണം.
മർക്കോസിൽ നമ്മൾ കാണുക സെബദീ പുത്രന്മാർ തന്നെ ചെന്ന് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. അത് അപ്പസ്തോലന്മാർക്ക് ഇച്ചിരി നാണക്കേട് വരുത്തുന്ന ഒരു കാര്യമായി കണ്ടതുകൊണ്ടാണ് നമ്മൾ കാണുന്നുണ്ട്. മത്തായിലും ലൂക്കായിലും അതിനെ ഇച്ചിരി മാറ്റം വരുത്തിയിട്ട് പറഞ്ഞിരിക്കുകയാണ് സെബദീ പുത്രന്മാരുടെ അമ്മ ചെന്ന് ചോദിച്ചൊരു കാര്യം. ചുവണകൾ കാണുകയാണ്, സ്ഥാനമാനം കൊതിക്കുന്ന, സ്ഥാനമാനം അന്വേഷിക്കുന്ന ആ സാഹചര്യങ്ങൾ അന്നും ഇന്നും ഉണ്ട്. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും പേര്, പ്രശസ്തി, സ്ഥാനമാനം ഇങ്ങനെയുള്ളതൊക്കെ അതിരുവിട്ട് മോഹിക്കുകയും അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുന്നത്. ഏത് മാർഗത്തിലൂടെയും അത് കിട്ടാനായിട്ടുള്ള പ്രയത്നം നടത്തുന്നവരെ ഒരുപക്ഷെ നമ്മൾ കണ്ടെത്തു വരും. ദാസമനോഭാവം അതിൽ നിന്നും വ്യത്യസ്തമാണ്. അവർക്കിങ്ങനെ ഉന്നത സ്ഥാനമോ എല്ലാവരുടെയും അംഗീകാരമോ പ്രശംസയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല അവരുടെ ലക്ഷ്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? സെബദീപുത്രന്മാരോട് പോലും കർത്താവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അവർ പറഞ്ഞു പറ്റും. എന്നിട്ട് പോലും കർത്താവ് സൂചിപ്പിച്ച ഒരു കാര്യം, നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് നടന്ന ഈ ഒരു കാര്യം എൻ്റെ ആവശ്യമില്ല. സ്ഥാനമാനങ്ങൾ നോക്കിയല്ല നമ്മൾ പോകേണ്ടത്, ദാസമനോഭാവത്തിൽ നമ്മൾ മുമ്പോട്ട് പോകണം. കർത്താവ് തന്നെ വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ്. ദാസമനോഭാവം അതാണ് യേശുക്രിസ്തുവിൽ പോലും നമ്മൾ കാണുക. ദൈവപുത്രനായിരുന്നിട്ടും അവനെടുത്തൊരു സ്റ്റാൻഡ് എന്താണെന്ന് അവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സ്റ്റാൻഡാണ് ദൈവമക്കളായി നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ ഒരു മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്കോ ദൈവത്തിൻ്റെ കൃപയ്ക്കോ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവും വരില്ല എന്നുള്ളത് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 1 കൊരിന്തോസ് 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം കൂടി എടുത്താൽ മറ്റൊരു കാര്യം നമുക്കവിടെ കാണാൻ പറ്റും. ഒരു ദാസൻ നല്ല കാര്യസ്ഥനും വിശ്വസ്തനുമായിരിക്കും. അങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ദാസനാകാൻ പറ്റുക. ഞാനാര്, എന്നെ എന്തിനു കൊള്ളാം, അങ്ങനെയൊക്കെ 2 നമ്പർ കാച്ചിയത് കൊണ്ടൊന്നും നമ്മൾ യഥാർത്ഥത്തിൽ ദാസരാകത്തില്ല. ദാസൻ ഉണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. നല്ല കാര്യസ്ഥൻ, നമ്മുടെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റണം. ഇന്നെനിക്ക് ക്ഷീണ, അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നില്ല, നാളത്തേക്ക് മാറ്റിവിടുക, ഇന്ന് ഞാൻ ഈ ഒരു കാര്യത്തിന് പോകുന്നില്ല. അതൊന്നും വിശ്വസ്ത കാര്യസ്ഥൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളല്ല. അങ്ങനെയുള്ള മനോഭാവങ്ങളൊക്കെ മാറ്റിയിട്ട് വിശ്വസ്ത കാര്യസ്ഥൻ, എൻ്റെ തല പോയാലും ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം എനിക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ നിർബന്ധ ബുദ്ധിയോടുകൂടി മുന്നോട്ട് പോയ വ്യക്തികളെ, ബൈബിൾ കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20:22 മുതൽ വായിക്കുമ്പോൾ പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യം, ഞാൻ മുമ്പോട്ട് പോയാൽ എൻ്റെ തല പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് കിട്ടിയ ഒരു സന്ദേശം, വെളിപ്പെടുത്തൽ അതാണ്. പക്ഷെ ഞാൻ മുമ്പോട്ടേ പോകത്തുള്ളൂ. ഞാൻ മുമ്പോട്ട് പോയി തല പോയെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ദൗത്യം നിറവേറ്റി മുന്നേറുമല്ലാതെ ഒരു ഭീരുവിനെ പോലെ പുറകോട്ട് ഓടില്ല എന്ന് പൗലോസ്ലീഹ പറയുന്നത് ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞിരിക്കുകയാണ്, ഒരു വിശ്വസ്ത ദാസൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ നല്ല കാര്യസ്ഥനും വിശ്വസ്തനുമായിരിക്കും. ഒരു ദാസൻ വിശ്വസ്തനായിരിക്കണം. വിശ്വസ്തതയില്ലാത്തവർക്ക് ദാസമനോഭാവത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചു കഴിയുമ്പോഴാണ് ശരിക്കും നമുക്ക് ദൈവകരുണ പ്രാപിക്കാനുള്ള ആ ഒരു യോഗ്യത വരുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ജോയൽ 2:29 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ വർഷിക്കപ്പെടുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ആവാസം ലഭിക്കുന്നത് ആർക്കാണ്? ദാസർക്ക്, ദാസരായി മാറുന്നവർക്ക്, ദാസമനോഭാവമുള്ളവർക്ക്. ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് ഈ പ്രാർത്ഥനയുടെ സമയത്ത് മാത്രമല്ല, ജീവിതത്തിൽ ഉടനീളം ഈ മനോഭാവം നമുക്കുണ്ടാകുവാൻ ആഗ്രഹിക്കാം. അത് നൽകണമെന്ന് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിക്കാം. ഇവിടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെയും നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെയും ഓർക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗം ഈ അൾത്താരയിൽ സമർപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, ലോകം മുഴുവൻ്റെ മേലും അവിടുത്തെ കൃപയും കരുണയും
വർഷിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കൈക്കൊണ്ട് അതെല്ലാം അങ്ങ് നിറവേറ്റി തരണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും